ചിത്രം വിചിത്രത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടിയായ ബിന്ദു പണിക്കറിനെ കുറിച്ചാണ്. വ്യത്യസ്തങ്ങളും രസകരങ്ങളുമായ നിരവധി കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ചുകൊണ്ട് മലയാള സിനിമയിൽ ഇന്നും സജീവമായി നിൽക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ നടിയാണ് ബിന്ദു പണിക്കർ. കേവലം ഒരു ഹാസ്യ നടിയെന്ന് മാത്രം നമുക്ക് ബിന്ദു പണിക്കരെ വിശേഷിപ്പിക്കുവാൻ സാധിക്കുകയില്ല. വളരെ ഗൗരവമേറിയ കഥാപാത്രങ്ങളും അവർ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു സ്വഭാവ നടിയെന്നും അവരെ പൂർണ്ണമായും വിശേഷിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഏത് സാഹചര്യത്തിലുള്ള ഏത് കഥാപാത്രങ്ങളെയും ഹാസ്യത്തിന്റെ മേമ്പൊടിയോടുകൂടി തന്നെ അവതരിപ്പിച്ച് ഫലിപ്പിക്കുവാൻ കഴിവുള്ള ഒരു കലാകാരിയാണ് ബിന്ദു പണിക്കർ. ബിന്ദു പണിക്കർ എന്ന നടി അവതരിപ്പിച്ചിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളും നമുക്ക് നമ്മുടെ സഹോദരിയെ പോലെയോ അയൽക്കാരിയെ പോലെയോ ഒരു മുതിർന്ന ബന്ധുവിനെ പോലെയോ ഒക്കെ തിരിച്ചറിയാവുന്നതാണ്. ഇതുതന്നെയാണ് ആ നടിയിലെ കലാകാരിയുടെ വിജയവും. കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന ഓരോ ചിത്രങ്ങളിലും ഒരു പ്രത്യേക സ്ഥാനം തന്നെ ബിന്ദു പണിക്കറിന് ഉണ്ടായിരുന്നു. ദേഷ്യം തോന്നുന്ന വേഷങ്ങളിൽ പോലും ഒരു തനതായ ഹാസ്യത്തിൽ പൊതിയുവാൻ അവർക്ക് സാധിച്ചിരുന്നു. ഈ ഘടകം തന്നെയാണ് അവരുടെ ഓരോ കഥാപാത്രങ്ങളെയും ആകർഷകമാക്കി മാറ്റിയത്. 1992 ബിന്ദു പണിക്കർ സിനിമയിലേക്ക് കടന്നു വരുന്നത്. സിനിമാ മേഖലയിൽ ദീർഘകാലം ജോലി ചെയ്യുവാൻ സാധിക്കുന്ന നടികൾ വളരെ കുറവാണെന്നുള്ള സത്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയുള്ളപ്പോഴാണ് നീണ്ട 32 വർഷക്കാലം ഇന്നും മലയാള സിനിമയിൽ ബിന്ദു പണിക്കർ എന്ന നടി സജീവമായി നിലനിൽക്കുന്നത്. തങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെടുമ്പോഴാണ് ഒരു നടനോ നടിക്കോ അവസരങ്ങൾ കുറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കാലഘട്ടത്തിന്റെ ഒഴുക്കിനനുസരിച്ച് നീങ്ങുവാൻ ബിന്ദു പണിക്കർ എന്ന നടിക്ക് സാധിച്ചു എന്ന് വേണം കരുതാൻ. ഏറ്റവും ഒടുവിലിറങ്ങിയ തന്റെ ചിത്രങ്ങളിൽ പോലും പുതിയ തലമുറയിലെ കാഴ്ചക്കാരെ തന്റെ പ്രകടനം കൊണ്ട് രസിപ്പിക്കുവാൻ ബിന്ദു പണിക്കർക്ക് സാധിച്ചു. വലിയ സിനിമാ സ്വപ്നങ്ങളൊന്നും കാണാതെ നടന്നിരുന്ന ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു ബിന്ദു പണിക്കർ. അത്യാവശ്യം നൃത്തം അഭ്യസിച്ചിരുന്നു എന്ന് മാത്രം. ഒരു സിബി മലയിൽ സിനിമയിലേക്ക് നർത്തകിമാരെ വേണമെന്ന പരസ്യം കണ്ട് തന്റെ സുഹൃത്തിന്റെ പരസ്യത്തിലൂടെയാണ് ബിന്ദു പണിക്കർ സിനിമയിലേക്ക് എത്തുന്നത്. എന്നാൽ ബിന്ദു പണിക്കറിന്റെ കഴിവ് കണ്ട് ആ സിനിമയിലെ അണിയറ പ്രവർത്തകർ അതിലെ ഒരു മികച്ച വേഷം തന്നെ അവർക്ക് നൽകുകയായിരുന്നു. ആ ചിത്രം സൂപ്പർ ഹിറ്റ് ആവുന്നതോടുകൂടി ബിന്ദു പണിക്കർ എന്ന നടിയും അവിടെ ജനിക്കുകയായിരുന്നു. പിന്നീട് ആ നടി മലയാള സിനിമയുടെ ഒരു അഭിവാജ്യ ഘടകമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ എല്ലാവരും കണ്ടത്. ബിന്ദു പണിക്കർ അഭിനയിച്ച സിനിമകളില്ലാത്ത ഒരു വർഷം പോലും പിന്നീട് മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. ഈ കാട്ടുമുക്കി കിടക്കുന്ന ഞാൻ ഇനി പേര് മാറ്റിയിട്ട് എന്നാ സ്റ്റണ്ട് കാണിക്കാനാ? മലയാളത്തിലെ എല്ലാ മുൻനിര നടീനടന്മാരോടൊപ്പം ഇതിനോടകം അഭിനയിച്ച കലാകാരിയാണ് ബിന്ദു പണിക്കർ. സിനിമകളിൽ ബിന്ദു പണിക്കരുടെ ജോഡിയായി നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ജഗതി ശ്രീകുമാറിനെയാണ്. ഇതിൽ നിന്നും തന്നെ വ്യക്തമാണ് ബിന്ദു പണിക്കർ എന്ന നടിയുടെ മാറ്റം. ഹാസ്യത്തിന്റെ മുടിചൂടാമന്നനായ ജഗതി ശ്രീകുമാറിനോടൊപ്പം അത്രയധികം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരാൾക്ക് മാത്രമേ കുറേയധികം സിനിമകളിൽ അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ബിന്ദു പണിക്കർ ഏതു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോഴും തന്റെ തനതായൊരു ശൈലി ആ കഥാപാത്രത്തിലേക്ക് ആവാഹിക്കുവാൻ അവർക്ക് കഴിയുന്നു. ഹാസ്യമോ ലാസ്യമോ ശോകമോ ഭാവം ഏതായാലും ഒരു ബിന്ദു പണിക്കർ ശൈലി നമുക്കതിൽ കാണുവാൻ സാധിക്കും. ബിന്ദു പണിക്കർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആ ശബ്ദവും ശൈലിയുമെല്ലാം നമ്മൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നു നിറയും. ഒരു കറതീർന്ന കലാകാരിക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ് ഇത്. എനിക്കത് അറിയാഞ്ഞിട്ടല്ല, എന്നാലും നമ്മളെ രണ്ടാളെയും കൂടി കാണുമ്പോൾ കുമാരേട്ടന് എപ്പോഴും സംശയം. നീണ്ട 32 വർഷക്കാലമായി മലയാള സിനിമാ മേഖലയിൽ സജീവമായി നിൽക്കുന്ന ബിന്ദു പണിക്കർ 1992 കമലദളം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നത്. കമലദളം എന്ന ചിത്രത്തിന് ശേഷം അടുത്ത 2 വർഷം ഓരോ സിനിമകൾ വീതം ചെയ്യുവാൻ ബിന്ദു പണിക്കറിന് സാധിച്ചു. കളിപ്പാട്ടം, കാബൂളിവാല എന്നീ ചിത്രങ്ങളായിരുന്നു അത്. ഓരോ വലിയ സിനിമയുടെയും ഭാഗമാവുക, ആ ചിത്രം വൻ വിജയമാവുക, ഇതിനോടൊപ്പം തന്നെ താൻ ചെയ്ത കഥാപാത്രം ശ്രദ്ധിക്കപ്പെടുക എന്നീ ഭാഗ്യഘടകങ്ങളെല്ലാം ഒരുമിച്ച് വന്നു ചേർന്ന നടിയാണ് ബിന്ദു പണിക്കർ. സിനിമാ മേഖലയിൽ ഒരു കലാകാരന്റെ നിലനിൽപ്പിന് അത്യാവശ്യ ഘടകങ്ങളാണ് ഇവ. ഒരു ഭാഗ്യനടി എന്ന ലേബൽ വന്നതോടുകൂടി 1995 ബിന്ദു പണിക്കരുടെ ചിത്രങ്ങളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായത്. 1996 കൈനിറയ സിനിമകളാണ് ബിന്ദു പണിക്കർ അഭിനയിച്ചത്. റൊട്ടി സ്ത്രീട്ട് തരാനാണെങ്കിൽ മോൻ എന്നോട് പറയായിരുന്നില്ലേ? ചേച്ചി ഇട്ട് തരായിരുന്നില്ല റൊട്ടി? ഓ വിളിച്ചോ, വരണേട്ടാ.
1972 ദാമോദര പണിക്കരുടെയും നീനയുടെയും മകളായി കോഴിക്കോടാണ് ബിന്ദു പണിക്കർ ജനിച്ചത്. ബിന്ദു പണിക്കരുടെ മാതാപിതാക്കൾ മിശ്ര വിവാഹിതരായിരുന്നു. ബിന്ദു പണിക്കറിന് 2 സഹോദരങ്ങളാണ് ഉണ്ടായിരുന്നത്. ജ്യേഷ്ഠൻ ഹരികുമാറും അനുജൻ രവികുമാറും. ബിന്ദു പണിക്കരുടെ അച്ഛൻ ദാമോദര പണിക്കർ ഇന്ത്യൻ ആർമിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അവിടെ നിന്നും റിട്ടയർ ചെയ്ത അദ്ദേഹം കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ ഉദ്യോഗസ്ഥനായി ജോലി നോക്കി. ബിന്ദു പണിക്കറിന്റെ അമ്മ നീന വീട്ടമ്മയായിരുന്നു. അച്ഛന്റെ ഉദ്യോഗം മൂലം എറണാകുളം വില്ലിംഗ്ടൺ ഐലൻഡിലാണ് ബിന്ദുവിന്റെ കുടുംബം താമസിച്ചിരുന്നത്. എറണാകുളം വിദ്യാനികേതനിൽ നിന്ന് PG പാസ്സായതിനു ശേഷം ഫാർമസിസ്റ്റ് ഡിപ്ലോമയും ബിന്ദു കരസ്ഥമാക്കി. ഇത് ലത, എന്റെ ഭാര്യ. ഫാർമസിസ്റ്റ് ഡിപ്ലോമ നേടിയതിനു ശേഷം ഉണ്ടായ ഏതാനും മാസങ്ങളിൽ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടി വന്നപ്പോഴാണ് ബിന്ദു തന്റെ ശ്രദ്ധ നൃത്തത്തിലേക്ക് തിരിക്കുന്നത്. തനിക്ക് നൃത്തം പഠിക്കണമെന്ന ആഗ്രഹമുണ്ടെന്ന് അവൾ വീട്ടിൽ പറയുകയായിരുന്നു. തുടർന്ന് കലാഭവനിൽ ചേർന്ന് നൃത്തം പഠിക്കുവാനുള്ള അനുവാദം വീട്ടിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. വെറുതെ തോന്നിയ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ പഠിച്ചതാണ് നൃത്തമെങ്കിലും തന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കാര്യമായി അത് മാറുമെന്ന് ബിന്ദു ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. തന്റെ ആദ്യ ചിത്രമായ കമലതളത്തിലേക്കുള്ള വഴി തെളിയിച്ചത് കലാഭവനിൽ നിന്നും പഠിച്ച നൃത്തം തന്നെയായിരുന്നു. എന്താ അവൻ പറഞ്ഞത് ശരിയല്ലേ? നീ എത്ര തവണ പരീക്ഷയ്ക്ക് ഫീസ് അടച്ചതാ? ഓരോ തവണയും പരീക്ഷയുടെ സമയമാകുമ്പോ ഓരോ കുലുമാലുണ്ടാവും. നൃത്തത്തിൽ പരിശീലനം നേടിയ ബിന്ദുവിന് ഒരു ദിവസം പെട്ടെന്നാണ് ഒരു കത്ത് ലഭിക്കുന്നത്. സംവിധായകൻ സിബി മലയിലിന്റെ പുതിയ സിനിമയിലേക്ക് നൃത്തം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നർത്തകിമാർക്കായിട്ടുള്ള ഓഡീഷന്റെ ഓഫർ ലെറ്റർ ആയിരുന്നു അത്. ബിന്ദു ആകെ അമ്പരപ്പിലായി. എന്നാൽ താൻ അറിയാതെ തന്റെ സുഹൃത്തായ ഷർമിളയാണ് തന്റെ വിവരങ്ങൾ ഈ ഓഡീഷനിലേക്ക് അയച്ചു കൊടുത്തതെന്ന് ബിന്ദു താമസിയാതെ അറിയുന്നു. ബിന്ദുവിന്റെ മനസ്സിൽ ഷർമിളയോട് ചെറിയൊരു പരിഭവം തോന്നിയെങ്കിലും സിനിമയോടുള്ള ആകാംക്ഷയും വന്നു നിറഞ്ഞു. ചിത്രത്തിന്റെ ഓഡീഷനിൽ പങ്കെടുത്ത ബിന്ദുവിന് മറ്റു നർത്തകിമാരെ പോലെ ഒതുങ്ങിപ്പോകേണ്ടി വന്നില്ല. ബിന്ദുവിന്റെ കഴിവ് മനസ്സിലാക്കിയ സംവിധായകൻ ആ ചിത്രത്തിലെ ഒരു മികച്ച റോൾ തന്നെ അവർക്ക് സമ്മാനിച്ചു. ആ സിനിമ മലയാളത്തിലെ തന്നെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നായി മാറി. അതോടൊപ്പം ബിന്ദു പണിക്കർ എന്ന പുതിയ നടിയും പിറവിയെടുത്തു. ഓരോ ചിത്രങ്ങൾ കഴിയുന്തോറും കൂടുതൽ തെളിമയോടുകൂടിയാണ് ബിന്ദു പണിക്കർ എന്ന കലാകാരി വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. ഒറ്റ അടി വെച്ച് തരും. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിന്നെ ഞാൻ വളർത്തിയേ. നല്ല തല്ല് തന്ന് വളർത്തിയോണ്ടാ നീ ഇപ്പൊ നന്നായി. അറിയാലോ? മിമിക്രി താരങ്ങളാൽ സിനിമാ താരങ്ങളെ അനുകരിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക രസം തന്നെയാണ്. സ്വന്തം ശൈലിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള താരങ്ങളെയാണ് മിമിക്രി താരങ്ങൾ കൂടുതലും അനുകരിച്ച് കാണാറുള്ളതും. നടികളുടെ ഭാഗത്തു നിന്നും മിമിക്രി കലാകാരന്മാരാൽ അനുകരിക്കപ്പെടുന്നവർ വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ. അതിലൊരാളാണ് നമ്മളുടെ പ്രിയപ്പെട്ട ബിന്ദു പണിക്കരും. മറ്റുള്ള നടികളിൽ നിന്നും വേറിട്ട അഭിനയ ശൈലിയും സംസാര ശൈലിയും തന്നെയാണ് ഇതിന് കാരണം. അരുത് രാക്ഷസ വെട്ടരുത്, അരുമയാ മരങ്ങളെ തട്ടരുത്. ഇഷ്ടദാനം, കഥാനായകൻ, അർജുനൻ പിള്ളയും 5 മക്കളും എന്നിങ്ങനെ വളരെ ചുരുക്കം ചില സിനിമകളിൽ മാത്രമാണ് ബിന്ദു പണിക്കർ 1997 അഭിനയിച്ചത്. അവയിൽ രാജസേനന്റെ സംവിധാനത്തിൽ ജയറാം നായകനായെത്തിയ കഥാനായകൻ എന്ന ചിത്രം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളിൽ ഒന്നായിരുന്നു. 1997 അഭിനയിച്ച ചിത്രങ്ങളുടെ എണ്ണം കുറവായിരുന്നുവെങ്കിലും വ്യക്തി ജീവിതത്തിൽ ഒരു വലിയ വർഷം തന്നെയായിരുന്നു ബിന്ദു പണിക്കറിന്റേത്. 1997 ഒക്ടോബർ 27 ബിന്ദു പണിക്കർ വിവാഹിതയായത്. സംവിധായകനായ വിജു വി നായരായിരുന്നു വരൻ. കലാമേഖലയിൽ ബിന്ദു പണിക്കരെ ഭാഗ്യം വേണ്ടുവോളം കടാക്ഷിച്ചു എന്ന് തന്നെ പറയാം. പക്ഷെ വ്യക്തി ജീവിതത്തിൽ ആ ഭാഗ്യം ഉണ്ടായിരുന്നില്ല. വിജു വി നായരുമായിട്ടുള്ള ബിന്ദു പണിക്കരുടെ ദാമ്പത്യ ജീവിതം അധിക നാൾ നീണ്ടു നിന്നില്ല. 6 വർഷത്തെ ദാമ്പത്യത്തിനു ശേഷം ബിന്ദു പണിക്കരുടെ ഭർത്താവ് ഹൃദയാഘാതം മൂലം മരണപ്പെടുകയായിരുന്നു. ആ ബന്ധത്തിൽ ബിന്ദു പണിക്കറിന് കല്യാണി എന്നൊരു മകളുമുണ്ട്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 2009 നടൻ സായ് കുമാറിനെ ബിന്ദു പണിക്കർ വിവാഹം കഴിച്ചു. തുടർന്ന് കൊച്ചിയിൽ കുടുംബസമേതം താമസമാക്കിയിരിക്കുകയാണ്. ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെയല്ലേ ചേട്ടാ? എല്ലാം ഫ്രീ അല്ലേ? ഇനി നീ നിന്റെ ഡ്യൂട്ടി ഒടങ്ങിക്കോ. ഷോപ്പിങ്ങിന് കൊണ്ടുപോയില്ലെന്ന് പരാതി വേണ്ട. ഹാസ്യ കലാകാരി എന്നതിനും അപ്പുറത്തേക്ക് ബിന്ദു പണിക്കർ നമ്മളെ അതിശയിപ്പിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ലോഹിതദാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സൂത്രധാരൻ എന്ന സിനിമയിലെ ബിന്ദു പണിക്കർ അവതരിപ്പിച്ച വേഷം. ചേരിയിൽ സ്ത്രീകളെ വിൽക്കുന്ന കണ്ണിൽ ചോരയില്ലാത്ത കഥാപാത്രമായി ബിന്ദു പണിക്കർ നിറഞ്ഞാടിയപ്പോൾ 2001 മികച്ച 2ാമത്തെ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ബിന്ദു പണിക്കരെ
തേടിയെത്തി. നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക, പുള്ളിപ്പുള്ളികളും ആട്ടിൻകുട്ടികളും എന്നീ ചിത്രങ്ങളിലെ വേഷങ്ങളും ശ്രദ്ധിക്കപ്പെട്ടവയാണ്. വർഷങ്ങൾക്ക് ശേഷം 2022 മമ്മൂട്ടിയുടെ നിർമ്മാണത്തിൽ പുറത്തിറങ്ങിയ റോഷാക്ക് എന്ന ചിത്രത്തിലൂടെ ബിന്ദു പണിക്കർ വീണ്ടും മലയാളികളെ ഞെട്ടിച്ചു. ചിത്രത്തിലെ ഏറ്റവും ക്രൂരമായ കഥാപാത്രമായിരുന്നു ബിന്ദു പണിക്കരുടേത്. അത്രയും ആഴമുള്ള കഥാപാത്രത്തെ വളരെ തന്മയത്വത്തോടുകൂടി അവതരിപ്പിച്ചതിന് 2023 മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സൈമോ അവാർഡ്സ് അവരെ തേടിയെത്തി. അതിനുശേഷം പുറത്തിറങ്ങിയ മധുരമനോഹര മോഹം എന്ന ചിത്രത്തിലെ അമ്മ വേഷം ബിന്ദു പണിക്കർ അതിമനോഹരമാക്കി. ഈയിടെ പുറത്തിറങ്ങുന്ന ബിന്ദു പണിക്കർ ചിത്രങ്ങളിലെല്ലാം വിളിച്ചു പറയുന്നത് ബിന്ദു പണിക്കർ എന്ന നടിയിലെ സാധ്യതകൾ മലയാള സിനിമ ഇനിയും കാര്യക്ഷമമായി വിനിയോഗിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ്. സിനിമയുടെ ശൈലിയും ആസ്വാദകരുടെ അഭിരുചിയും മാറുന്ന ഈ കാലത്ത് ബിന്ദു പണിക്കരെ പോലെ മാറ്റേറുന്ന ഒരു നടിക്ക് ആടിത്തെളിയാൻ ഇനിയും ഭാവങ്ങൾ ഏറെയാണ്. ആ നടിയുടെ വ്യത്യസ്തമാർന്ന വേഷങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ബിന്ദു പണിക്കരുടെ വിശേഷങ്ങൾ ഈ എപ്പിസോഡിലൂടെ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു താരവുമായി നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് ഏഞ്ചൽ മേരി സൈനിങ് ഓഫ്. ടാറ്റ.